ഒരു പ്രേതകഥ. നിശാന്തവും ശാന്തവുമായ ഓക്സ് ഹെവൻ പട്ടണത്തിൽ മരങ്ങൾ മന്ത്രിക്കുന്ന ഒരു വനത്തോട് ചേർന്ന് ബ്ലാക്ക്വുഡ് എസ്റ്റേറ്റ് എന്ന പേരിൽ ഒരു പഴയ മനോഹരമായ വീട് നിന്നിരുന്നു. ഒരു നൂറ്റാണ്ട് മുൻപ് ദുരൂഹമായ അപ്രതീക്ഷിതയായ ബിയാട്രിസ് പ്രഭുവിന്റെ അശാന്തമായ ആത്മാവ് അവിടെ അലിഞ്ഞു തിരിയുന്നുണ്ടെന്ന് നാട്ടുകാർ സത്യം ചെയ്തു. അലക്സ് എന്ന യുവചരിത്രകാരൻ ഈ കെട്ടുകഥകൾ പൊളിച്ചെഴുതാൻ തീരുമാനിച്ചു. അതിനായി എസ്റ്റേറ്റ് വാങ്ങി. ഒരു മൂടൽമഞ്ഞ് സായാഹ്നത്തിൽ അലക്സ് പൊടിപിടിച്ച ലൈബ്രറിയിൽ ഗവേഷണം ചെയ്തു. ഒരു തണുത്ത കാറ്റ് മുറിയിലൂടെ ആഞ്ഞു വീശി. വിളക്ക് അണഞ്ഞു. വലിയ കോണിപ്പടിയിൽ നിന്ന് ഒരു നേരിയ അപൂർവമായ തിളക്കം പുറപ്പെട്ടു. പുരാതന ഗൗൺ ധരിച്ച ഒരു സ്ത്രീയുടെ നേതൃത്വം സുതാര്യവുമായ രൂപം പടികളിൽ ഇറങ്ങിവന്നു. അത് ബിയാട്രിസ് പ്രഭു ആയിരുന്നു. ദുഃഖമറിഞ്ഞ വെളിച്ചം നിറഞ്ഞ അവളുടെ കണ്ണുകൾ അലക്സിനെ ഉറ്റുനോക്കി. അവൾ ഒരു പ്രേതക്കൈ നീട്ടി അവനെ അടുത്തേക്ക് ക്ഷണിച്ചു. ഭയം മാറി ഞ്യനാസമായി അലക്സ് അവളെ പിന്തുടർന്നു. മഞ്ഞിരിക്കുന്ന വഴികളിലൂടെയും മറന്നുപോയ മുറികളിലൂടെയും അവൾ അവനെ നയിച്ചു. അവളുടെ നിശബ്ദ സാന്നിധ്യം ഇരുട്ടിൽ ഒരു വഴിവിളക്കായിരുന്നു. ഒടുവിൽ ഉപയോഗശൂന്യമായ ഒരു ഡ്രോയിങ് റൂമിൽ അവൾ നിന്നു. വലിയ അടുപ്പിനടുത്തുള്ള ഒരു അയഞ്ഞ തടിപ്പലകളിൽ വിരൽ ചൂണ്ടി. അലക്സ് മുട്ടുകുത്തി അത് തുറന്നു. അതിനുള്ളിൽ ഒരു രഹസ്യ അറ വെളിപ്പെട്ടു. ബാക്കി അടുത്ത പാർട്ടിൽ കേൾക്കാം. നന്ദി.